ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ തരം മാങ്ങച്ചാറാണ്. ഒരിക്കലും കേടുവരാത്ത മാങ്ങച്ചാറ്. അത് ഞാനൊരു 1.5 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് എത്ര പോകുന്ന കഷ്ണമാക്കി ഇന്നലെ രാത്രി നുറുക്കി വെച്ചിട്ട് കല്ലുപ്പിട്ട് വെച്ചതാണ്. ആ കല്ലുപ്പിട്ട് വെച്ച അതിൻ്റെ വെള്ളം ഇതാ അരിച്ചെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി മാങ്ങ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെയിൽ കൊള്ളിച്ചിട്ട് അത് കൊടുന്ന് വെച്ചതാണ്. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് സാധിക്കാത്ത കാരണമാണ്. ഞാൻ തൊഴിലുറപ്പിന് പോണ കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റണില്ല. പിന്നെ വരുമ്പോൾ 5 മണിയൊക്കെ ആവില്ല, 6 മണിയൊക്കെ ആവില്ലേ. പിന്നെ വന്നാൽ വീഡിയോ ഇടാനൊന്നും പറ്റണില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഒഴിവ് കിട്ടി. അപ്പോൾ ഞാൻ ഒരു മുന്നേ ഒരു മാങ്ങാച്ചാർ ഇട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതൊരു വേറെ തരം മാങ്ങാച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്കത് പരിചയപ്പെടുത്താം. എനിക്ക് വേണ്ട മാങ്ങ 2 മണിക്കൂർ ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളം വറ്റിച്ചിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് ഉലുവ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പൊടിക്കണം, കായൊക്കെ കൂടിയിട്ട് പൊടിക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മാങ്ങച്ചാറ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉണക്കി വെള്ളം വറ്റിച്ചിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിലത്തെ വെള്ളം ഊറ്റിയ വെള്ളമാണിത്. തലേദിവസം നുറുക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത്ര പോകുന്ന കഷ്ണം ആയിട്ട് നുറുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഇന്ന് രാവിലെ ഊറ്റി വെച്ച് വെയിലത്ത് കൊണ്ടുവച്ച് ഒന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ ഉണക്കിയെടുത്തതാണിത്. വെള്ളം വറ്റിച്ചെടുത്തതാണ്. ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് കളയരുത്. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അതിന് വേണ്ടുന്ന ഇതൊക്കെ കടുകും ഉലുവയും കൂട്ട് പൊടിച്ച് വെച്ചതാണിത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കടുകിൻ്റെ പരിപ്പ് കിട്ടാണ്ട്, മഞ്ഞ കളറുള്ള പരിപ്പ്. ആ പരിപ്പ് കൊടുത്തിട്ട് അങ്ങനെ ഇട്ടാലും മതി. ഞാനിപ്പോൾ അത് മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ കടുക് വറുത്ത് പൊടിച്ചതാണ്. ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് കായപ്പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡർ വേണം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ വേണം. നിറച്ചൊരു 3 ടീസ്പൂണ്. നമുക്ക് പിന്നെ എരിവുള്ള മുളക് വേണം. എരിവുള്ള മുളകും ഒരു 3 ടീസ്പൂണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണ്ടിച്ചെങ്കിൽ എടുത്തോളാം. ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി, 3 ടീസ്പൂൺ എരിവുള്ള മുളകും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുക്കാം. നിങ്ങൾക്ക് മാങ്ങ എത്രയാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് മുളകും ഒക്കെ ചേർത്തോളാം. ഞാനിപ്പോൾ ഒരു 1.5 കിലോ മാങ്ങയ്ക്കുള്ളതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കത് തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 250ഓളം എണ്ണയാണ് ഞാൻ ഒഴിക്കണത്. എണ്ണ എത്ര നല്ലോണം ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്, കേടുകൂടാതിരിക്കുക. അപ്പോൾ എണ്ണ ചൂടാവിട്ട് വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അത് പകുതിയോളം എണ്ണ മാറ്റി വയ്ക്കുക. ഒരു പകുതിയോളം എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലോണം ചൂട് ഉള്ളപ്പോൾ പൊടികളൊന്നും ഇടാൻ പാടില്ല, കരിഞ്ഞു പോവും. നല്ലോണം ചൂടാറട്ടെ. 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ അതിലിട്ടിട്ട്, അല്ലെങ്കിൽ മാങ്ങ ഒരു ഭംഗി ഉണ്ടാവില്ല കറുത്ത് പോയാൽ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഞാൻ എന്നിടണ പോലത്തെ ഒരു മാങ്ങച്ചാറല്ല ഇടണത്. കേടുകൂടാതെ അനേക ദിവസങ്ങൾ ഇരിക്കാൻ പറ്റിയൊരു മാങ്ങച്ചാറാണ്. ചില്ലിലും കുഴപ്പമില്ല. സുറുക്ക വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഈ ഇതിൽ ഇടണ കയ്യിലും പാത്രവും കുപ്പിയൊക്കെ നന്നായി കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് ആ ടീസ്പൂൺ കൊണ്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാം. വെള്ളത്തിൻ്റെ അംശം ഒരിക്കലും പാടില്ല. പിന്നെ നിങ്ങൾ അതൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അനേക ദിവസങ്ങൾ ഈ മാങ്ങച്ചാറ് ഇരിക്കും. അപ്പോൾ അതാ എണ്ണ കുറച്ചൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല ചൂട് ഒരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അച്ചാറിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ടു. 3 ടീസ്പൂൺ എരിവുള്ള മുളകും പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കുകയാണ്. ഇതിൽ ഈ ചൂടിൽ കിടന്നിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അധികം ചൂടുള്ളതിൽ ഇട്ടിട്ട് ആക്കരുത്. ഞാനിതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ കറിവേപ്പിലയോ കടുക് പൊട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ മുളകും പൊടി കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയും കൂടിയിട്ട്, നല്ലെണ്ണ ഇത് കൂടുതലായാലും അച്ചാറിനൊരു കുഴപ്പം ഉണ്ടാവില്ല, കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ എത്രയോട് മാങ്ങ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ എരിവ് ചേർത്തോളെ. ഞാനിപ്പോൾ ഒരു 1.5 കിലോ മാങ്ങയ്ക്കുള്ള മുളക് പൊടിയാണ് ഈ പറഞ്ഞത്. അങ്ങനെ 2 കൂടി 6 ടീസ്പൂൺ മുളകും പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഈ എണ്ണയുടെ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഈ മുളകും പൊടി മൂത്താൽ മതി. നല്ല ചൂടിൽ ഇട്ട് കൊടുക്കരുത്. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഈ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്ത് എണ്ണ ഒരു 5 മിനിറ്റ് നേരം ചൂടാറിയതിന് ശേഷം അതിൽ കിടന്നിട്ട് പാകമായ നല്ല പച്ചമണമൊക്കെ മാറി നല്ല പാകമാവും. നിങ്ങളതുപോലെ ചെയ്യണം. എനിക്ക് കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാൻ പറ്റാത്ത കാരണമാണ് പണിക്കൊക്കെ പോണേ. വീട്ടിൽ പിന്നെ ഭർത്താവൊക്കെ മരിച്ച് ഞാൻ തന്നെ ഉള്ളൂ. പിന്നെ ഒരു മോളുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ പണിക്ക് പോണ കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റണില്ല. ഇപ്പോൾ പണി കുറച്ച് ദിവസമായി ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാണ്. നിങ്ങളെല്ലാവരും എന്നെ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണി, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക്. ഇപ്പോൾ അതാ നല്ലോണം ചൂടാറി മുളകും പൊടി. ഇനി നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ്. അരിഞ്ഞതൊന്നും കാട്ടാൻ പറ്റിയില്ല, രാത്രിയാണ് അരിഞ്ഞ് വെച്ചത്. സുർക്ക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാം. അത് സുർക്ക തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം വേണം ചേർക്കാൻ. ഞാൻ ഇപ്പം അതിൽ സുർക്കൊന്നും ചേർക്കണില്ല. സുർക്ക ചേർക്കാത്ത, വിനാഗിരി ചേർക്കാത്ത അച്ചാറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം.
ഇനി നമുക്ക് ഇതാ ഒട്ടും വെള്ളമില്ലാണ്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഡ്രൈ ഇനി ഇതിലേക്ക് നമുക്ക് കായും കടുകും ഉലുവയും പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ അതിൻ്റെ പരിപ്പ് കിട്ടും കടുകിൻ്റെ, അത് മേടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആണ് നല്ല ഭംഗി അച്ചാറിന്. ഇപ്പോൾ ഞാൻ അത് കിട്ടാത്ത കാരണം കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണിത്. ഇനി അതിലേക്ക് നമുക്ക് കായപ്പൊടി 2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയാണ് ഞാൻ മേടിച്ചുള്ള. കട്ടക്കായാണെങ്കിൽ ഞങ്ങൾ വറുത്തിട്ട് എണ്ണയിൽ വറുത്തിട്ട് പൊടിക്കണം. ഞാൻ അച്ചാറിനൊക്കെ പൊടിയാണ് ഏറ്റവും നല്ലത്, മറ്റേത് വറുത്ത് പൊടിക്കണം. കടുകിൻ്റെ പരിപ്പ് മേടിക്കാതിങ്ങനെ ഇത്തിരി കൂടി നല്ല കളറാവും. ഇതിപ്പോൾ ഞാൻ കടുക് വറുത്ത് പൊടിച്ച കാരണം ഒന്നും കൂടി ചുവപ്പ് കളറ് ഒന്ന് ഒരു കറുപ്പ് കളറ് പോലെയായി. ഇനി നമുക്ക് മാറ്റി വച്ചിരിക്കണ മാങ്ങയുടെ വെള്ളം, ഒരിക്കലും വെള്ളം തൊടാൻ പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ മാങ്ങയിലത്തെ വെള്ളം വേണം അതിലേക്ക് ഒഴിക്കാൻ. മാങ്ങയുടെ വെള്ളം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളെ. ഞാൻ മാങ്ങ ഊറ്റി വെച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കട്ടയിലല്ലേ അച്ചാർ കിട്ടുക, അതേപോലെ നമുക്ക് ഇതിലൊരു തുള്ളി പോലും വെള്ളമില്ല. ഈ മാങ്ങയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. കുറേ നാൾ കേട് കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. എല്ലാതും ഒരു കുപ്പിയിലാക്കാതെ 2-3 കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. എല്ലാതും ഒരു കുപ്പിയിലാക്കിയാൽ പിന്നെ അതിൽ തന്നെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നാശമായി വരും. ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ഉപ്പിട്ടിട്ട് തലേ ദിവസം ഉപ്പിട്ടിട്ട് വെച്ച ഇതാണ്, കാരണം ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ പോരെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം. അപ്പോൾ അത് നല്ല അച്ചാർ, നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല കട്ടയിലുള്ള അച്ചാർ. നമുക്കിത് ചില്ല് കുപ്പിയിൽ ആക്കി വയ്ക്കാം. അപ്പോൾ അതാ നല്ലൊരു ചില്ല് കുപ്പി കഴുകി ഉണക്കി വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു കുപ്പിയാണ് ഞാൻ എടുത്തുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് എല്ലായിടത്തും ആവുന്ന തരത്തിൽ കുപ്പിയുടെ എല്ലായിടത്തും അത് പുരട്ടുക. ഒരിക്കലും കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിൽ അച്ചാറിട്ട് വയ്ക്കാം. അച്ചാറിടാം. നല്ല ടേസ്റ്റി ആയുള്ള അച്ചാറാണ്.
നമുക്കതൊരു ടിഷ്യൂ പേപ്പറാ നല്ല തുണിയാണ് എടുത്തിട്ട് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. എന്നിട്ടൊരു എണ്ണയിൽ മുക്കിയ ഒരു തുണി അതിൻ്റെ മേലെ ഇടുന്നത് നല്ലതാണ്. അപ്പം നല്ലൊരു തുണി, നല്ല വൃത്തിയുള്ളൊരു നല്ലൊരു കോട്ടൻ്റെ തുണി, കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോട്ടൻ്റെ തുണി എണ്ണയിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ടുണ്ട്. അങ്ങനെ 2-3 കുപ്പിയിൽ ആക്കി വയ്ക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം.